എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പം 8 സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സഹോദരങ്ങൾക്ക് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പകുതി സ്ഥലം കൊടുത്തു. ബാക്കി പകുതി സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്, ഇപ്പോൾ പുതിയ വീടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്ത് ഒരു 3 ഭാഗം വേലിയും ഫ്രണ്ടിൽ മാത്രം കുറച്ച് മതിൽ ഗേറ്റും ഉണ്ടായിരുന്നു. എല്ലായിടത്തും വേലിയാണെങ്കിലും ഗേറ്റുള്ള മതിലും താഴെയുള്ള ഗേറ്റുമായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിപ്പോൾ മതിൽ പണിയാമെന്നങ്ങനെ തീരുമാനിച്ച് മതിൽ പണിയാനായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും കട്ട കെട്ടി തേച്ച് സെറ്റ് ചെയ്ത് പണിയുന്ന മതിലാണെങ്കിൽ 1,60,60,000 രൂപയാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം അത്രയ്ക്കും എടുക്കാനുള്ള ഒരു അവസ്ഥയില്ലാത്തത് കാരണം അതങ്ങ് ഉപേക്ഷിച്ച് ലോൺ എടുത്തും ചെയ്യണ്ടെന്ന് കരുതി. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്നേഹമതിൽ പണിയാമെന്നുള്ള ഒരു ചിന്ത വന്നത്. ആദ്യം ആർക്കും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒറ്റ നിർബന്ധത്തിൽ എങ്ങനെയായാലും ഒരു 10-20 കൊല്ലം അതങ്ങനെ നിന്നോളുമല്ലോ. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കുവാണ്, ഇത് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് സാധിക്കുമെങ്കിൽ നല്ല മതിൽ പണിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്നേഹമതിൽ പണിയാൻ തീരുമാനിച്ചിട്ടാണ്. അങ്ങനെ 1,60,000 രൂപ പറഞ്ഞ സ്ഥലത്ത് 22,000 രൂപയ്ക്ക് സ്നേഹമതിലിൻ്റെ പണി കഴിഞ്ഞു. അതിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലാണ്ടാണ് ഞാൻ പറയണത്. ഫൗണ്ടേഷൻ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്, ജൂട്ട്സൺ തന്നെയാണ് വാർത്തത്. ഫൗണ്ടേഷൻ ഇതിന് മസ്റ്റല്ല, എങ്കിലും മണ്ണിൽ മുട്ടാതെ ഈ സ്ലാബ് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് താഴെ ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതായത് വാനം കോരിയിട്ടല്ല ചെയ്തത്, ആ പോസ്റ്റിൻ്റെ അടിയിൽ ആ ഗ്യാപ്പ് ഞങ്ങൾ അങ്ങനെ ഇട്ടതാണ്. എന്നുവെച്ചാൽ മണ്ണിൽ മുട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പി വേഗം തുരുമ്പെടുത്ത് പോകുമല്ലോ എന്നും പറഞ്ഞ് മതിൽ വേഗം ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഗ്യാപ്പിട്ട് വെച്ചിട്ടാണ് മതിൽ വെച്ചത്. അപ്പോൾ പോസ്റ്റിൻ്റെ അടിയിൽ അവർ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് പോയി. പിന്നെ മതിലിൻ്റെ അടിയിൽ ഞങ്ങൾ തന്നെയാണ് മെറ്റീരിയൽ എടുത്ത് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. എത്ര വേണമെന്ന് കറക്റ്റായിട്ട് അറിയാത്ത കാരണം കുറേശ്ശെ മെറ്റീരിയൽ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോഴും ഒരു 35-ൽ നിന്നിട്ടാണ്. അതുപോലെ ഇതിൻ്റെ ജോയിൻറ്റുകൾ ഒക്കെ ഒന്ന് നമ്മൾ തേച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറപ്പുള്ള ഒരു മതിൽ തന്നെയായിട്ടാണ് ഇത്. പെയിൻറ്റിങ് മാത്രം ചെയ്തിട്ടില്ല, സാവധാനം ചെയ്യാമെന്ന് കരുതി. കാരണം അതിൽ ന്യൂസ് പേപ്പർ ഒട്ടിച്ചിട്ടാണ്, ന്യൂസ് പേപ്പറിൻ്റെ മീതെ ഇട്ടിട്ടാണ് അവർ വാർക്കുന്നത്. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാവധാനം അത് നനച്ച് കുതിർത്തിയിട്ട് വേണം കളയാനായിട്ട്. അപ്പോൾ അത് സാവധാനം ചെയ്യാമല്ലോ, ഇപ്പോൾ എന്തായാലും അടച്ചുറപ്പായല്ലോ എന്ന് കരുതിയിട്ട് അതങ്ങനെ വെച്ച്. എന്നിട്ട് ഞങ്ങൾ ഗേറ്റിൻ്റെ പണിയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഡ്രസ് വർക്ക് ചെയ്തിരുന്ന മെറ്റീരിയൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചത് കാരണം ചെറിയ സാധനങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വന്നുള്ളൂ. അതായത് ഈ കട്ടറിൻ്റെ ബ്ലേഡ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി എല്ലാ ഫ്രെയിമും എല്ലാ സാധനങ്ങളും ഈ നേരത്തെ ഡ്രസ് വർക്കിൻ്റെ മെറ്റീരിയലിൽ നിന്ന് തന്നെ കിട്ടിയത് കാരണം എനിക്കൊരു തയ്യക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗേറ്റിന് ലേബർ ചാർജ് മാത്രമേ ആയിട്ടുള്ളൂ. അതും ഏതാണ്ട് 5,000-ൽ നിന്ന്. അങ്ങനെ ഈ മതിലിൻ്റെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർന്നാലും എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 40,000-ൽ നിൽക്കുന്ന രീതിയിൽ ഫുള്ള് പണി കഴിഞ്ഞു. ഓർക്കണേ, 1,60,000 രൂപ മതിലിന് മാത്രം വേണമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് നമുക്ക് ഈ 40,000-നുള്ളിൽ ഗേറ്റ് ഉൾപ്പെടെ പണിത് കഴിയാൻ പറ്റിയത്. ഒരു ദിവസം പണി നടന്നുകൊണ്ടിരുന്നത് കാരണം ജൂട്ട്സൻ്റെ ബൈക്ക് കസിൻ ബ്രദറിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയി വെച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സീനാണ് ആ കണ്ടത്. ഇനി പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിൽ സൂപ്പറാവും. പുട്ടിയിട്ടിട്ടാണ് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ആവും. ബാധ്യത വരുത്താതെ മതിൽ പണിയാനായിട്ട് ഈ ഒരു രീതി ട്രൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.